ഒരിക്കലും ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യരുത്. ഒരിക്കലും ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ല. പെണ്ണുങ്ങൾ ഒരുപടി മുകളിലാണ്. അപ്പൊ ഈ പറഞ്ഞത് ടൊവിനോ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പേളിമണിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. പുരുഷനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ത്രീയാണ് എന്നാണ്. സമത്വമല്ല, ഒരേപോലെയല്ല, പുരുഷനേക്കാൾ അല്പം മുകളിൽ നിൽക്കുന്ന സ്ത്രീയാണ് എന്ന്. അത് കൈവൈടി മേടിക്കാനുള്ള ഒരു ഗിമിക്കാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലരും അങ്ങനെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ചിന്തിച്ച് സ്ത്രീ സമത്വം പറഞ്ഞ് കയ്യടി മേടിക്കുന്നതും ഒക്കെ എണ്ണം കൂടുതലാണ്. പുരോഗമന ആശയം ഉള്ളവരാണെന്നുള്ളതാണ് പൊതുവേ ഒരു കണക്ക്. അവർക്ക് ഈ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ, വാചകത്തിൽ മാത്രമേ ഉള്ളൂ പുരോഗമന ആശയം. ബാക്കി ഒരു കാര്യത്തിനും പുരോഗമനമൊന്നും കാണാറുമില്ല. അപ്പം പുരോഗമന ആശയം സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാത്തവരെല്ലാം പിന്തിരിപ്പൻ മനോഭാവമുള്ളവരാണെന്നാണ് പൊതുവെ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പറച്ചിൽ. അപ്പം ഇതിന് ടോയിലേക്ക് ഭയങ്കര കയ്യടി കിട്ടി. ഒരു നിസ്സാര കാര്യം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം സ്ത്രീകളെക്കാൾ ഒരു പിടി മുമ്പിലാണ് പുരുഷൻ എന്ന് ഈ വേദിയിൽ ടൊവിനോ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അന്തിച്ചർച്ചകൾ മൊത്തം ഈ വിഷയത്തെ ആയിരിക്കും. ടൊവിനോ അങ്ങനെ പറഞ്ഞു, വേണ്ട പുരുഷന്മാർ ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ടൊവിനോ പറഞ്ഞു. പിന്തിരിപ്പൻ മനോഭാവമാണത്, ടൊവിനോയ്ക്കെതിരെ ആഞ്ഞടിക്കണം, ടൊവിനോയ്ക്ക് വരുന്ന കമൻറ്റുകൾ മൊത്തം ഇതായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞിട്ടും പുരുഷനേക്കാൾ ഒരുപടി മുമ്പിലാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടും യാതൊരു വിമർശനമൊന്നും നമ്മൾ കണ്ടില്ല. ചിലവരൊക്കെ വിമർശിക്കുന്നത് കണ്ടു. പക്ഷെ സാധാരണക്കാരെ ഈ അന്തിച്ചർച്ചകളിലൊന്നും ചർച്ച ചെയ്യുന്നത് കണ്ടില്ല. ഈ പുരോഗമന ആശയക്കാർ വന്നിട്ട് ടൊവിനോയ്ക്കെതിരെ ആക്രമിക്കുന്നത് കണ്ടില്ല. കാരണം എന്താണ്? ഇത് പുരുഷനെ പറ്റിയാണ്. പുരുഷനെ പറ്റി ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. നമുക്കൊരു ഒരു ഒരു നിയമം അനുശാസിക്കുന്നതാണെന്ന് പറയുന്നത്. സ്ത്രീകളെ പറ്റി പറഞ്ഞാൽ സ്ത്രീത്വത്തിനെതിരെ സംസാരിച്ചു എന്ന് പറയും. പക്ഷെ പുരുഷനെതിരെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാം അല്ലേ. നമ്മൾ ഈ സ്ത്രീകൾക്ക് തുല്യമായ പ്രാധാന്യം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ മിക്കവാറും ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളും പുരുഷനും ആരാണ് മുമ്പൻ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പലപ്പോഴും ഉത്തരം തന്നെ. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഓരോരുത്തരുടെ മുൻപന്തി നമ്മൾ നിശ്ചയിക്കുന്നത്. ഒരു നിസ്സാര ഒരു കാര്യം, നമ്മളൊരു വീട്ടിലെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്, ഒരു കുടുംബപരവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ കാശുകളൊക്കെ കൈകാര്യം ചെയ്യാൻ അല്പം കൂടെ കഴിവ് കൂടുതൽ സ്ത്രീകൾക്കാണെന്ന് തോന്നുന്നു. അവർ ലാവിഷായിട്ട് ചിലവാക്കാൻ മടിക്കും. അതുപോലെ അങ്ങനൊരു രീതി. പക്ഷെ പുരുഷനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാശ് അന്നേരം ചിലവഴിക്കുക എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. അപ്പോൾ സമ്പാദ്യശീലമൊക്കെ കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ്. അപ്പോൾ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകൾക്ക് ഉള്ള കഴിവുണ്ടോ പുരുഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ പുരുഷന്മാർ കഴിവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളവരുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. പക്ഷേ തമ്മിൽ ഭേദം സ്ത്രീകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പല കാര്യങ്ങളും ഞാനതാണ് പറഞ്ഞത്, ഓരോ വിഷയങ്ങളും അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ പാചകം ചെയ്യുന്ന കാര്യം പറഞ്ഞു. വീട്ടിൽ പാചകം ചെയ്യുന്നത് സ്ത്രീകളാണ്. അവർക്ക് പാചകം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഒരു കുടുംബം മുന്നോട്ട്. പക്ഷേ 1000 പേരുടെ സദ്യ അല്ലെങ്കിൽ 10,000 പേരുടെ സദ്യ കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ മേളിലോട്ട് എപ്പോഴും പുരുഷനായിരിക്കും. അപ്പോൾ അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ തന്നെ 2 നിലപാട് നമുക്ക് പലപ്പോഴും എടുക്കേണ്ടി വരും. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ റിസ്ക് ഏറ്റെടുക്കാനുള്ള താല്പര്യം വളരെ കുറവാണ്. ഇപ്പം 3-4 പേർക്കുള്ള ആഹാരം അവരുണ്ടാക്കാം. പക്ഷെ 1000 പേർക്കെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണ് തള്ളിപ്പോകും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അറിവുണ്ട്. പക്ഷെ അത് പ്രയോഗിക്കാനുള്ള സാമർഥ്യം അവർ പലപ്പോഴും കാണിക്കാറില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം അതാണ് ഈ സദ്യയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കാണുന്നത്. ഈ 1000 പേർക്കുള്ള കല്യാണ സദ്യയൊക്കെ ആ റിസ്ക് ഏറ്റെടുക്കാൻ പുരുഷന് കഴിയും. അതാണ് ഞാൻ പറഞ്ഞു, ഓരോ വിഷയത്തെ ആസ്പദമാക്കിയിരിക്കും ഓരോ നിലപാട്. ഇപ്പോൾ ടൊവിനോ ഇത് പറയാനുള്ളൊരു കാര്യമാണ്. നമ്മുടെ പേളിമണി ബിഗ് ബോസിലെ താരമായിരുന്നു. അതുപോലെ മിക്കവാറും അവതാരകർ ഇടയിൽ നല്ല രീതിയിൽ വരുന്നൊരു അവതാരകയാണ് പേളിമണി. എനിക്ക് സംസാരമൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പം പേളിമണി ഒരു ചോദ്യം ചോദിച്ചു. അതിനുത്തരമായിട്ടാണ് ടൊവിനോ ഇത് പറയുന്നത്. അത് നമുക്കൊന്ന് കേൾക്കാം. ഈ പേളിമണി ആദ്യമേ എന്താണ് ചോദിച്ചത്.
ഇന്നത്തെ ഈ ഓഡിയൻസിലെ മെജോറിറ്റി we have boys also. Boys ഉണ്ട് നല്ലൊരു cheering. ഹലോ ബോയ്സ്. Boys ഉണ്ട് ഇവിടെ. പക്ഷെ മെജോറിറ്റി വിമൻ ആണ്. വിമൻ ടൊവിനോ എങ്ങനെയൊക്കെ നോക്കിയാലും ടൊവിനോയുടെ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഓഫ് ഫാൻസ് വിൽ ബി വിമൻ. ബിക്കോസ് അത് അങ്ങനെയാണ്. സോ അല്ല രണ്ടുമുണ്ട്. പക്ഷെ പെർസെന്റേജ് എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടുതൽ സ്ത്രീകൾ തന്നെയായിരിക്കും. ബിക്കോസ് സൂപ്പർ കുട്ടി മാമ. അപ്പം പെളിമണി ഇങ്ങനെയാണ് ചോദിച്ചത് അല്ലേ. അപ്പം അവിടെ ഭയങ്കര ആവശ്യപൂർവ്വം സ്ത്രീകൾ കൂടുതലായിരിക്കാം, കുട്ടികൾ പെൺകുട്ടികൾ കൂടുതലായിരിക്കാം. അതുകൊണ്ട് ഭയങ്കര ഒരു ഇതാണ്. നമ്മളിപ്പം സമത്വത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയമാണല്ലോ. സ്ത്രീകൾ പുരുഷനും തുല്യ അവകാശം കൊടുക്കണം. അതുതന്നെയാണ് എൻ്റെയും കാഴ്ചപ്പാട്. തുല്യ അവകാശം, അത് ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിനും തുല്യമായ അവകാശം. നിയമത്തിലായാലും ഈ ബസ്സുകളിൽ കയറുന്നതായാലും സ്ത്രീകൾക്കും പുരുഷനും തുല്യ അവകാശം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ചില വിഷയത്തിന് മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇതിന് മറുപടിയായിട്ട് ടൊവിനോ പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കൊന്നും കൂടെ ഒന്ന് കേൾക്കാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട്, ഇപ്പൊ നമ്മൾ എല്ലാവരോടും ചോദിച്ചൊരു ചോദ്യമാണ്, വിമൻ ആർ കമ്മിങ് അപ്പ് ഇൻ ടോപ്പ് പൊസിഷൻസ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫില് വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരോട് എന്താണ് ടൊവിനോട് പറയാനുള്ളത്? ലൈഫിൽ ഒരു ചാലഞ്ച് വരികയാണെങ്കിൽ അതിനെങ്ങനെ ഫേസ് ചെയ്യാം എന്നായിരിക്കും ടൊവിനോ അവരോട് പറഞ്ഞു കൊടുക്കുക. ഞാൻ എന്റെ മോളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യരുത്. ഒരിക്കലും ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ല, പെണ്ണുങ്ങൾ ഒരു പടി മുകളിലാണ്. ടൊവിനോ ഇങ്ങനെ പറഞ്ഞത് കയ്യടി നേടിക്കാൻ വേണ്ടി തന്നെയാണ് 100% ഉറപ്പാണ്. അത് ടൊവിനോയുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് അർത്ഥമാക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്ത്രീകളെക്കാൾ ഒരുപടി മുമ്പിലാണ്, ഞാൻ നേരത്തെ പരാമർശിച്ച പോലെ സ്ത്രീകളെക്കാൾ ഒരുപടി മുമ്പിലാണ് പുരുഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കയ്യടിയല്ലായിരുന്നു, വിമർശനമായിരുന്നു നേരിടേണ്ടി വരുന്നത് അല്ലേ. അപ്പം പുരുഷനെ സംബന്ധിച്ച് അവനതൊരു വിഷയമല്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ അവനൊരു വിഷയമല്ല. ഇപ്പം നമ്മൾ പല പീഡന വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്നത്, അവസാനം ഈ ആരോപണം ഉന്നയിച്ചത് തന്നെ കള്ളം ചമച്ചുണ്ടാക്കിയ വാർത്തകളാണെന്ന് പറഞ്ഞപ്പോൾ അതും സ്വീകരിക്കാൻ പുരുഷൻ തയ്യാറാവുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇത് പീഡനം വാർത്തകളൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞപ്പോഴും അത് ആ പീഡനം ഏറ്റുവാങ്ങാൻ പുരുഷൻ തയ്യാറാകുന്നു. ആരും വിമർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ആ സമയത്ത് ഒരു സ്ത്രീകളെ സംബന്ധിച്ചൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് 100,000 ആളുകൾ ചർച്ചയും, അവർക്ക് എന്താ പറയുന്നത്, നമ്മൾ കാണുന്ന നമ്മൾ നിസ്സാര ഒരു കാര്യം. ഇപ്പം നമ്മളൊരു അപകടം തന്നെ, റോഡിലൊരു അപകടം തന്നെ നടന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകളുടെ കയ്യിലെ തെറ്റാണെങ്കിൽ അവിടെ കൂടെ നിൽക്കാനായിരിക്കും ആൾക്കാർ കൂടുതൽ, പുരുഷനെ വേണമെങ്കിൽ 2 അടി കൊടുക്കാൻ അല്ലേ. അപ്പം അത് സർവ്വസാധാരണയാണ്. അപ്പം അങ്ങനെയാണ് പുരുഷന്മാരെ സംബന്ധിച്ച് ഇതൊക്കെ നിസ്സാരമായിട്ട്, ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. കാരണം ആരൊക്കെ നമ്മളെപ്പറ്റി എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു വിഷയമല്ല എന്നത്. അപ്പം ഞാനീ പറയുന്നത്, നമ്മൾ സമത്വത്തിന് വേണ്ടി തുല്യതയ്ക്ക് വേണ്ടിയൊക്കെ ഘോരഘോരം സംസാരിക്കും അല്ലേ. പക്ഷെ പലപ്പോഴും ആ തുല്യത സമത്വം എന്നൊക്കെ പറയുന്നത് പുരുഷനെ ഒരുപടി ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ പലരും സംസാരിക്കുന്നത് എന്നുള്ളത് അർത്ഥമാക്കാനാണ്. ടൊവിനോ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഈ കയ്യടി മേടിക്കാൻ തന്നെ പറഞ്ഞതാണ് എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളാലെ. ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ സമത്വത്തെപ്പറ്റിയും സ്ത്രീകളുടെ പുരോഗമന ചിന്താഗതിയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചപ്പം പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമോ പ്രസംഗിച്ചിട്ട് ശേഷം ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്താ അങ്ങനെ പറയാനുള്ള കാരണം. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. പുള്ളിയുടെ നോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ദേവിയായിട്ട് കരുതി വീട്ടിൽ നിന്ന് ആരാധിക്കണമെന്നുള്ള രീതി വരെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് എൻ്റെ മോനെ ഈ പ്രസംഗം കഴിഞ്ഞ് എനിക്ക് വീട്ടിലോട്ട് ചെല്ലണ്ടേ എന്നാണ് ചോദിച്ചത്. കാരണം അല്പം ആരെയും പേടി കൂടി ഉണ്ടേ. സ്ത്രീക്കെതിരെ ഏതെങ്കിലും പറഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലണ്ടേ എന്ന് ചോദിക്കുന്ന പുരുഷന്മാരുമുണ്ട്. അതാണ് അവസ്ഥ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നി ഈ പ്രസംഗം കേട്ടിട്ട്?
ചിലർ ചോദിക്കാം, ചിലർ ചോദിക്കാതിരിക്കാം അല്ലേ. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.